ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി എന്താ പറയുക, ഒന്ന് ഒരുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീലെടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. വട്ടെവർ ഇറ്റ് ഈസ്, നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി വ്യൂ, അതുപോലെ ഇവിടുത്തെ ഈ നാട്, സ്ട്രീറ്റ്സ്, ബെഡ്റൂം എല്ലാം നമ്മളിനി മിസ് ചെയ്യും ഡെഫിനറ്റ്ലി. നമ്മുടെ റൂം ഉണ്ടായിരുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഒക്കെ നമ്മൾ ഇരിക്കണം. അപ്പോൾ നമ്മുടെ മൊത്തം 4 days 3 nights ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞല്ലോ, എന്ത് പെട്ടെന്ന് ആ ഡേയ്സ് പോയി എന്നുള്ളൊരു വിഷമത്തിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. സിയ ഭയങ്കര ബിസിയാണ്. അമ്മ എന്തെങ്കിലും പറയാണ്ടമ്മ എൻ്റെ ഫോളോവേഴ്സിനോട്? എങ്ങനെ സഹിക്കണമെന്നാണോ ഇതിലും പറയാം? ക്രിസ് എന്തെങ്കിലും പറയാണ്ടോ ലാസ്റ്റായിട്ട്? ഒന്നും പറയില്ല. നീ എന്ത് തന്നെയാണല്ലോ പറയണേ. ടാറ്റാ, ബൈ ബൈ, സീ യു. അപ്പോൾ നമുക്കിനി ബാക്കി സ്ഥലങ്ങളിലേക്ക് പോയിട്ടുള്ള വീഡിയോസ് ഷൂട്ടിങ് കാണാം. ബൈ ബൈ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് പാസ്ത ഉണ്ടായിരുന്നു, സോസേജ് ഉണ്ടായിരുന്നു, സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറുപ്പയറിൻ്റെ ഒരു കറി പോലത്തെ ഐറ്റം ഉണ്ടായിരുന്നു, പിന്നെ ചോക്കോസ്, കോൺഫ്ലേക്സ്, ബ്രെഡ്, ജാം, ബട്ടർ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുലാവ് പോലത്തെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആക്ച്വലി എല്ലാ ദിവസമുള്ള പോലെ തന്നെ ചായയും കാപ്പിയും അതിൻ്റെ കാര്യങ്ങളും ഉപ്പുമാവും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോയെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇവിടെ എന്നും ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അടുത്തതോട്ട് പോകാൻ പോകുന്നത് ജനേവി ടൈംസ് സ്ക്വയറിലേക്കാണ്. ഇതൊരു വലിയ മാളാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്കിങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ടൈംസ് സ്ക്വയറിലാണ്. ഇവിടെ ഞാൻ കുറച്ച് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് കാണാൻ we have that chimney, all those things here, but we can't take this. ഇതെല്ലാം പൊടായിപ്പാണ് ഗൈസ്, ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ഈ പാത്രം പോലും എടുക്കാൻ പറ്റില്ല, എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ടൈം സ്ക്വയറിൽ കയറി വഴിക്കാൻ ആദ്യം കിട്ടിയത് ഈ ഒരു പറ്റിക്കപ്പെടലാണ്. ഓക്കെ, നല്ലൊരു രസമുണ്ടായിരുന്നു അല്ലേ. ശരിക്കും ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്ന ഐറ്റം ആയിരുന്നു അത്. ഇറ്റ് വാസ് കൂൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള രീതിക്ക് അവിടെ ഫുൾ സ്റ്റോഴ്സാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് റാൻഡം കടയിലൊക്കെ ഇങ്ങനെ കയറി. ഞാനൊരു ഡ്രസ്സ് കടയിൽ പോയി ഇവിടുത്തെ ഡ്രസ്സൊക്കെ ചുമ്മാ ട്രൈ ചെയ്തു. കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കുറേ കടകളുണ്ട്. നമ്മൾ കുറേ പെർഫ്യൂംസിൻ്റെ ഉണ്ട്, പാത്രങ്ങളുടെ, അതുപോലെ ഡ്രസ്സ്, അതുപോലെ മേക്കപ്പ്, ഗ്ലാസ്, അങ്ങനെ ഒരു തരം എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ അത് മൊത്തം കാണാനുള്ള അത്രയ്ക്കും സമയം തന്നെ കിട്ടിയിട്ടില്ല. കാരണം അമ്മ അതിൽ അത്രയും വലിയൊരു സ്റ്റോറായിരുന്നു അത്. ആക്ച്വലി മാള് ബോറടിച്ചപ്പോൾ നമ്മളവിടെ നിന്ന് റീൽസൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ മാള് മൊത്തം തിണ്ടിതിരുന്ന് നടന്നപ്പോൾ നമുക്കാകെ ക്ഷീണമായപ്പോൾ നമ്മളങ്ങനെ ഒരു ജ്യൂസ് കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു മാംഗോൻ്റെ എന്തോ ഒരു ഫ്ലേവർ ജ്യൂസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മളതിങ്ങനെ കഴിക്കാൻ പോവാണ്. ഇതിന് എന്തോ ഒരു വലിയൊരു പേരുണ്ട്, ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി. അപ്പോൾ നമ്മളങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഇതൊക്കെ കുത്തി ജ്യൂസ് എടുക്കുമ്പോഴേക്കും സീയതും തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. അപ്പോൾ എന്തിലാവട്ടെ, ബട്ട് ദാറ്റ് ജ്യൂസ് വാസ് കൂൾ. ആക്ച്വലി നമ്മളിപ്പോൾ ഇവിടുന്ന് ഓരോ ഐറ്റംസ് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ അങ്ങനെയൊക്കെ. ബട്ട് ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ ആ ഒരു ജ്യൂസും പിടിച്ച് ഞങ്ങൾ അവിടെ എല്ലാവരും നിന്ന് കത്തി വയ്ക്കാൻ തുടങ്ങി. അപ്പം നമുക്കൊരു അലോട്ട് ടൈമുണ്ട്, 1 o'clock എന്തായിരുന്നു. അപ്പോൾ അതുവരെ നമുക്ക് അവിടെ ഇരിക്കാനുള്ളൊരു സ്കോപ്പായി. ഇനി നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു തബല കണ്ടത്. നമ്മൾ വെറുതെ വിടുമോ, ആദ്യമായിട്ട് തബല കൊട്ടാൻ കിട്ടിയ ചാൻസ് ഞാനും ക്രിസ് നന്നായി മുതലെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ
നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാനാണ് പോയത്. അപ്പോൾ നമ്മൾ ഹാവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പല വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കണ നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ ചോറ്, സാമ്പാർ, ഇഡ്ഡലി, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഒരു എന്താ പറയുക ഒരു നല്ലൊരു മീൽ തന്നെയായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കുലാലംപൂരത്തെ അവസാനത്തെ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ ലഞ്ചാണ്. മേ ബി ഇതിനായിരിക്കും നമ്മുടെ ഈ മലേഷ്യത്തെ അവസാനത്തെ ഒരു മീൽ. ബിക്കോസ് നമ്മളിങ്ങനെ നൈറ്റ് ഒരു 7 ആകുമ്പോഴാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഒരു ഡിന്നറൊന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പം നല്ല ലാവിഷായിട്ട് എല്ലാവരും ഫുഡ് എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് ആ ചിക്കനും ചോറും പപ്പടം അച്ചാറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് എക്വേറിയയിലേക്കാണ്. അപ്പോൾ ഈ എക്വേറിയ ഇരിക്കേണ്ടത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടിൻ ടവറിൻ്റെ അവിടെ തന്നെയാണ്. ടിൻ ടവറിൻ്റെ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു എക്വേറിയ ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ പറയുക സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എക്വേറിയം എന്നാണ് പറയുക. അതായത് ഹാർട്ട് ഓഫ് ദ സിറ്റി എന്നൊക്കെയാണ് പറയുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു എക്വേറിയമാണ്. നമുക്കിതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ കുറേ ഫിഷസ്, കുറേ സ്പീഷീസൊക്കെ കാണാം. അതിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പീഷീസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സംഭവം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കുറേ ഫിഷസ് ഉണ്ട്, ഫ്രോഗ്സ് ഉണ്ട്, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ റെപ്റ്റൈൽസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഇപ്പം നമ്മൾ കാണുന്നത് ഒരു തവളകളുടെ അതായത് തവളേനെ കണ്ട ഒരു എക്സ്പ്രഷൻ തവളേനൊക്കെ ഇഷ്ടമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട ഒരു സ്പീഷ്യസാണ് ഇത്. ഇതുവരെ കാണാത്ത ഒരു ഐറ്റമാണ് അല്ലേ. ഭയങ്കര ശാന്തമായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ഈ ഒരു വികാരമില്ലാത്ത ജീവിനെയാണ്. ഭയങ്കര കലിപ്പ് പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് സെൻട്രൽ ബിയർഡ് ഡ്രാഗൺ എന്നാണ്. അപ്പോൾ ഇതിനൊരു 60 സെൻറ്റിമീറ്റർ വരെ സൈസ് ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ ഫിഷസ് കാണാം. പിന്നെ നമ്മൾ അടുത്ത കണ്ടൊരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബോട്ട് ഷേപ്പിൽ ഡെക്കോർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്വേറിയം നോക്കുകയാണെങ്കിൽ ഓരോ ഭാഗം ഓരോ രീതിക്കാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കണ ഇപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ബോട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും അതിനെല്ലാം എക്യുപ്മെൻറ്റ്സ് നമുക്ക് അവിടെ കാണാം. ഭയങ്കര കൂളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലേ. അതാണ് സീബ്ര ഈലാണ്. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള അടുത്ത ഏരിയയിൽ നമുക്ക് ഈ മലേഷ്യൻ ഷിപ്പ് യാർഡ്സിൻ്റെ മാപ്പും ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാം. അതുപോലെ അവിടെയുള്ള ഓരോ ഐലൻഡ്സിൻ്റെ കാര്യങ്ങളും പേരുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുള്ളൊരു ബ്ലൂ കളറിൽ ബ്ലൂ തീമിലാണ് മൊത്തം അവിടെ ഇരിക്കുന്നത്. അതിലൊരു ബ്ലൂ നമ്മളിങ്ങനെ നടക്കുമ്പോൾ എന്താ പറയുക ഒരു കടലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഫാനിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് വരുന്ന ആ രക്കോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് നമ്മളിവിടുത്തെ ഒരു AC കൂളറിന് മുമ്പ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഒരു വലിയൊരു ടാങ്കിൻ്റെ ഉള്ളിലുള്ള ഫിഷസിൻ്റെ ഒരു ഏരിയനെയാണ്. അപ്പോൾ നമ്മൾ ഒരു ഇത്ര നേരം ഒരു ഹൈറ്റിലായിട്ട് ഇപ്പോൾ നമ്മളവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഉള്ളൊരു വ്യൂവിലേക്കാണെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ഈ അക്വേറിയത്തിൻ്റെ ഒരു ഹാഫ് വേ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളതെന്നാണ് തോന്നണേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ കുറേ ഇങ്ങനെ ഒരു ഡാർക്ക് തീമിൽ കുറേ ലൈറ്റ്സൊക്കെ വെച്ച് നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വലിയ വലിയ ഫിഷസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിന് വലിപ്പം കണ്ടില്ല, ഭയങ്കര വലിയ ഫിഷസാണ്. അപ്പോൾ ഇതാണ് ആ ഒരു ഏരിയ. നമുക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് കാണാം. കുറേ ആൾക്കാരുണ്ട് നമുക്കിത് ഈ ഒരു അക്വേറിയം കാണാനായിട്ട്. അപ്പോൾ ഇതൊരു കുറച്ച് വലിയൊരു ഏരിയ ആയ കാരണം നമുക്ക് അതിൻ്റെ ക്രൗഡ്നെസ് ഇപ്പോഴും ശരിക്കും മനസ്സിലായി. പിന്നെ നമ്മളോട് ക്ഷീണിച്ച് തളർന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണം. ആക്ച്വലി തളർന്നിട്ടാണെങ്കിലും പേര് എന്താണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നോക്കുകയാണെങ്കിൽ പിന്നെയും കുറേ ഫിഷസിൻ്റെ ഏരിയയിലേക്ക് തന്നെയാണ് നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു തീം കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്താ പറയുക ഒരു ചുമ്മാ ഫണ്ണിയായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി അമ്മേനെ പിടിച്ച് നിർത്തിയിട്ട് നമ്മുടെ ഈ കടൽ തിരുമലകളിൽ വീഴുന്ന പോലത്തെ ഒരു ആക്ട് ചെയ്യായിരുന്നു. നമുക്ക് വേണ്ട ഒരു ഫണ്ണൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തുന്നത്. അതായത് താഴെ ഓട്ടോമാറ്റിക്കലി സ്ലൈഡ് ചെയ്യണം
ഒരു ഫ്ലോറും മുകളിൽ മൊത്തം ഗ്ലാസ് വിൻഡോയിൽ നമുക്ക് ഫിഷസും ഒരു കടൽ പോലെ. അപ്പം നമ്മൾ കടലിനുള്ളിൽ കൂടെ നമ്മൾ പോണ പോലത്തെ ഒരു ഫീൽ. നമ്മുടെ മറൈൻ വേൾഡിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വാസ്റ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഭയങ്കര വലിയൊരു എക്വേറിയം, ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. നമുക്കവിടെ വലിയ വലിയ ഷാർക്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാം. അതാ ഞാൻ പറഞ്ഞു, ഗോസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വലിയ എക്വേറിയം വ്യൂ, ലൈക്ക് അണ്ടർ ദ സീ പോലത്തെ വ്യൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്വേറിയം പുറത്ത് വന്നിട്ടുള്ള ഒരു ഭാഗത്താണ് നമ്മൾ എക്വേറിയം കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചതെങ്കിലും ഇറ്റ്സ് നോട്ട് ദ എൻഡ്, ബട്ട് ഓൾമോസ്റ്റ് നമ്മൾ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇതുപോലെ തന്നെ ഡാർക്കായിട്ട് തന്നെ കുറേ ലൈറ്റ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്, നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് അവിടേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ കുറേ ഫിഷസിൻ്റെ ഏരിയാസ് തന്നെയാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഇനി കാണാൻ പോണേ. ഇത് കണ്ടോ അല്ലേ, തൊട്ടോക്കി അതാണിപ്പോൾ അവരും ചോദിച്ചു, അറിയില്ല. ഉള്ളിൽ കൂടെ അല്ലേ, മുകളിൽ കൂടെ അല്ലേ? പറയുക, ഇത് മുകളിൽ കൂടെയാണോ ഉള്ളിൽ കൂടെയാണോ വെള്ളം മുഴുവൻ? അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ജെല്ലി ഫിഷസാണ്. അത് പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. അപ്സൈഡ് ഡൗൺ ജെല്ലീസ് ഉണ്ട്, അതുപോലെ തന്നെ മൂൺ ജെല്ലി, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരുമാതിരി നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു വായുവിൽ കാണുന്ന ഒരു ഐറ്റം പോലെ, ലൈക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിഷായിട്ട് തോന്നി. അപ്പോൾ അതിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ കൂളറാണ് ഞാൻ നേരത്തെ നമ്മളോട് പറഞ്ഞ കൂളർ. അപ്പോൾ ആകെ നമ്മൾ ഈ ഒരു പാത്തിൽ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു കോളേഴ്സാണ്. ബിക്കോസ് എനിക്ക് ഫാനില്ലാതെ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ ഈ കോളേഴ്സ് ഞാനൊന്നും മിസ് ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെ ഇടയിൽ പോയി കാറ്റൊക്കെ കൊണ്ടിട്ടൊക്കെയാണ് പോയിരുന്നത്. സോ ലൈക്ക് ദിസ് ഈസ് ദ എൻഡ്. അപ്പോൾ നമ്മുടെ അക്വേറിയം കഴിഞ്ഞു എന്നാണ് മനസ്സിലായത്. അതിൻ്റെ അറ്റത്ത് ലൈക്ക് അറ്റ് ദ എൻഡ് പോർഷനിൽ നമുക്ക് കുറേ ഒരു പർച്ചേസിങ് ഏരിയാസ് ഉണ്ട്. അക്വേറിയത്തിലത്തെ പല ഫിഷസിൻ്റെ ടൈപ്പിലും സ്റ്റൈലിലും കുറേ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. പല ചെറിയ മറ്റ് കീ ചെയിൻസും അതുപോലെ തന്നെ ടോയ്സൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഒരു ഏരിയയിലാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ടിൻ ടവറിൻ്റെയും കുറേ ചെറിയ മോഡൽസൊക്കെ നമുക്ക് അവിടെ കാണാം. കുറേ പല വെറൈറ്റീസിലുള്ള കീ ചെയിൻ, ഫിഷസ്, ഡോൾഫിൻസ്, അങ്ങനെ പല ഇതും കീ ചെയിൻസ് നമുക്ക് അവിടെ കാണാം. ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് ഞാനെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ഡോൾസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ കാരണം വീഡിയോ ക്രിസ്റ്റി ഇവിടെ ക്രിസ് ചെയ്യാൻ ഒറ്റയ്ക്ക് ഇതുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചേർന്ന ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയിലേക്ക് ഞങ്ങളെല്ലാവരും പോയ പോലെയായിരുന്നു. ഒരു കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ മൂന്നാളും. അടുത്തത് നമ്മൾ പോയത് പുത്രജയിലേക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ഓഫ് മലേഷ്യ എന്ന് പറയുന്നത് ഈ പുത്രജയാണ്. പിന്നെ ഈ പുത്രജയിനെ സ്പെഷ്യലാക്കണത് അതിന് മുന്നിലുള്ള മാൻമെയ്ഡ് റിവർ തന്നെയാണ്. അപ്പോൾ ആ ഒരു മാൻമെയ്ഡ് റിവറിന് അടുത്ത് തന്നെ പിന്നെ ഒരു മോസ്കും കാണാം. അപ്പോൾ ആ മോസ്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ട്രക്ചേർഡ്, ഭയങ്കര യൂണിക് ഡിസൈനോട് കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു മോസ്കാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു മോസ്കിലേക്ക് ഒന്നും കയറാൻ പറ്റിയില്ല. അവിടെ പ്രെയർ നടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ നമുക്കത് കാണാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ അവസാനത്തെ സ്പോട്ടായിരുന്നു ഈ പുത്രജയ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഇച്ചിരി ലേറ്റായിരുന്നു. നമ്മുടെ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറണം. രാത്രി 7:30 സമയമാണ്. അപ്പോൾ നമുക്ക് എനിക്കും സെയിം അടുത്തടുത്താണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള കുറച്ച് ഫ്രണ്ടിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ മലേഷ്യൻ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. വൺ തിങ് ഐ വാണ്ട് ടു ടെൽ ഈസ് എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ അഡാപ്റ്റർ നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ അത് എപ്പോഴും കൈ പിടിക്കണം എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം എനിക്ക് ചാർജില്ലാണ്ട് എയർപോർട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ടേക്ക് തോന്നിയത്, നമ്മൾ കൈ പിടിക്കേണ്ടതായിട്ട്. മലേഷ്യൻ ട്രിപ്പ് ഒരു അടിപൊളി സൂപ്പർ സക്സസ്ഫുൾ ട്രിപ്പ് തന്നെയായിരുന്നു. നമ്മൾ സിറ്റിയാണ് മെയിനായിട്ട് കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ടെർമിനലിൽ വെയിറ്റ് ചെയ്യാണ്.
അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പിൻ്റെ എന്താ പറയുക അവസാനമാണ് ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ മലേഷ്യൻ നൈറ്റ്സിലെ വിശേഷങ്ങൾ ഞാൻ അടുത്ത ഒരു വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെർമിനലിൽ വെയിറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ആരെങ്കിലും നമ്മളെ റിസീവ് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്ന, ലൈക്ക് ആരും ഇല്ലെന്നറിയെങ്കിലും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ. അതാണ് നമ്മുടെ ഈ വ്ളോഗിൻ്റെ ഏറ്റവും എൻഡായിട്ട് വരുന്നത്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ മറക്കണ്ട. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ളോഗ്സിൽ കാണാം. സീ യു, ബൈ ഫ്രം മലേഷ്യ.